ഇന്ന് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനിലയിൽ അല്പം ഗൗരവമായ ഒരവസ്ഥ തുടരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം പരിശുദ്ധ പിതാവിന് 2 പ്രാവശ്യം അതികഠിനമായ ശ്വാസ തടസ്സം നേരിടുകയും അത് നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഡോക്ടേഴ്സ് കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന് ശക്തമായ ബ്രോങ്കോസ്പാസം അനുഭവപ്പെട്ടതുകൊണ്ട് പ്രത്യേകമായിട്ട് 2 പ്രാവശ്യം ബ്രോങ്കോസ്കോപ്പി എടുക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന് നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഈ ദിവസം കഴിഞ്ഞ ദിവസമൊക്കെ. അത് വീണ്ടും പരിശുദ്ധ പിതാവിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുക പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില കുറഞ്ഞും കൂടിയും ഇരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ആവശ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ തുടരാം. വത്തിക്കാൻ സ്ക്വയറിൽ നടക്കുന്ന ജപമാല പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഇടവകളിലും നാടിനും ലോകം മുഴുവൻ നടക്കുന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വീണ്ടും തുടരാം. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനിലയിൽ നമ്മുടെ പ്രാർത്ഥനകൾ വഴി വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.